ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പോൾ രാവിലെ തലേ ദിവസം തന്നെ ഞാൻ അരിയൊക്കെ കഴുകി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വേവുള്ള അരിയാണ്. പിന്നെ നമ്മൾ കാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ കാബേജൊക്കെ കഴുകി ഞാൻ വെള്ളം വാലാനായിട്ട് വെച്ചു കേട്ടോ. കാബേജ് ഉപ്പേരിയും പിന്നെ മത്തങ്ങയും പയറും എലിശ്ശേരിയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്, അച്ചാറും. അപ്പം ഇങ്ങനെ 2 തരമൊക്കെ കറിയൊക്കെ ആയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ഒരു 5 ചോറെങ്കിലും നമ്മൾ കൊടുക്കും കേട്ടോ, പൊതിച്ചോറ്. ആദ്യം തന്നെ ഞാൻ എലിശ്ശേരി ഉണ്ടാക്കാനായിട്ടുള്ള പയർ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഇടുകയാണേ. കുക്കറ് ഞാൻ എപ്പോൾ വെക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുക. അതിൻ്റെ വിസിൽ അടഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഇരിക്കണേന്ന്. എനിക്ക് ഈ കുക്കറിൽ വെക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ്. എപ്പോഴും ഞാനിങ്ങനെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വയ്ക്കാറ്. അങ്ങനെ പയർ അടുപ്പത്ത് വെച്ചു. ഇനി ഞാൻ കാബേജിലേക്കുള്ള സബോളയും പിന്നെ ഉള്ളിയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ സബോള നന്നായിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പിലൊക്കെ നന്നായി പൊട്ടിയൊന്ന് പാകമായി വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് ഇളക്കുക. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പലതരത്തിലും കാബേജ് ഉപ്പേരി പലതരത്തിലും ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഉണ്ടാക്കാറ്. ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അത് വീട്ടിലുണ്ടാക്കിയ മഞ്ഞളാണ്, അതുകൊണ്ട് കുറച്ചധികം ഇട്ടാലേ മഞ്ഞ കളർ വരുന്നുള്ളൂ. പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ മഞ്ഞളിൻ്റെ. ഇനി അതിലേക്ക് ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്തതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വാര വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു സമയത്ത് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മളതൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഇനി ഞാൻ മത്തങ്ങയും പയറിലേക്കുള്ള മത്തങ്ങ അരിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ മത്തങ്ങയ്ക്ക് നല്ല നല്ല കുരുകളുണ്ടായിരുന്നു. മത്തങ്ങയുടെ ഈ പംകിൻ സീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. പക്ഷെ അത് കുറേ നുള്ളി പൊളിക്കാനിരിക്കണം, അതാണ് അതിൻ്റെ ഒരു പാട്. പക്ഷെ അത് കഴിക്കാൻ, അതിൻ്റെ ഉള്ളിൽ ആ പരിപ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി പയർ വെന്തയിലേക്ക് ഞാൻ ഈ മത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നായി കഴുകിയെടുത്തത് ചേർത്ത് കൊടുക്കണം കേട്ടോ. പയർ വെന്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, അത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുറച്ചല്ല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരേ ഒരു വിസിലേനെ അടിക്കണ്ടു, അല്ലെങ്കിൽ മത്തങ്ങയൊക്കെ നന്നായി ഉടഞ്ഞ് പായസം പോലെയാവും. ഒരേ ഒരു വിസിലേ അടിക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ അപ്പം ഉണ്ടായ കുറച്ച് പാത്രങ്ങളെടുത്തൊന്ന് കഴുകി വെക്കാൻ കേട്ടോ. ഇങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മൾ ഒരേപോലെ എന്താ പറയുക, ഒരുമിച്ച് കഴുകി വെച്ചാൽ ഒരുമിച്ചാവാൻ നിൽക്കാതെ അപ്പം കുറച്ചീശെ കഴുകിയാൽ നമുക്ക് അധികം ഭാരം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി. ഇനി ഞാൻ മത്തങ്ങയിലേക്കും കാബേജിലേക്കുള്ള എന്താ പറയുക തേങ്ങ ചെരുകയാണ് കേട്ടോ. തേങ്ങ ചെരുകിയായിരുന്നു. തേങ്ങ എനിക്ക് ചെരുകണ്ട് വന്നില്ല, കാരണം ഒരു തേങ്ങ ഒരു ഭാഗം മൊത്തം കൂടെ അടർന്നു പോന്നു. അപ്പം ഞാനത് അരിഞ്ഞിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒരു അടി അടിച്ചപ്പോൾ ശരിക്കും തേങ്ങ ചെരുകിയ പോലെ കിട്ടി കേട്ടോ. അപ്പം അത് ഞാൻ കാബേജ് ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാബേജ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഈ തേങ്ങ ചേർത്തൊന്ന് ഇളക്കുക. ഞാൻ തേങ്ങ അതിൽ ഇങ്ങനെ ഒന്ന് നടുവിൽ വെച്ചിട്ട് ഈ കാബേജ് ഉപ്പേരി കൊണ്ട് മൂടി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ടാണ് എല്ലായിടത്തേക്കും ഇളക്കി യോജിപ്പിക്കുക. ഇനി ഞാൻ മത്തങ്ങയും പയറിലേക്കുള്ള തേങ്ങ ശരിക്കും ചെരുകയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ തേങ്ങയും പിന്നെ കുറച്ച് നല്ല ജീരകം, പിന്നെ കുറച്ച്, അതായത് ഒരു 2-4 അല്ലി വെളുത്തുള്ളി,
പിന്നെ കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തേക്കുന്നത് എലിശ്ശേരിയിലേക്ക്. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിനി മൂടി വെക്കുകയാണ്. ഇനി മത്തങ്ങയും പയറിലേക്ക് നമ്മളിത് അരപ്പ് ചേർത്തായിരുന്നു. അരപ്പ് ചേർത്തിട്ട് ഒന്ന് ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ അത് മാറണ വരെ ഒന്ന് കുക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഈ എലിശ്ശേരിയിലേക്ക് ഒന്ന് താളിക്കണമല്ലോ. കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ തേങ്ങ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. അത് നന്നായി ഒന്ന് മുരിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ മത്തങ്ങയും പയറും ഉപ്പേരിയിൽ എലിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മത്തങ്ങയും പയറും താളിക്കൽ കഴിഞ്ഞു. അത് ഞാൻ എല്ലാവരും ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് പാതിമ്പുറമൊക്കെ. ഈ പണി കൈയോടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഭാരമില്ല. നമ്മുടെ അടുക്കള വൃത്തിയായി കിടക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ എല്ലാവരും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ പിന്നെ ബാക്കി വന്ന കുറച്ച് പാത്രങ്ങൾ കൂടി ഉണ്ട്, അതും കൂടി കഴുകി വെക്കുകയാണേ. അങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചു. ഇതപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാത്രം കഴുകലൊരു ഭാരമായിട്ട് തോന്നില്ല. എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്, എനിക്ക് ചിലപ്പോൾ ഭാരമായിട്ട് തോന്നാറുണ്ട്. അപ്പം നമ്മൾ അപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഈസിയാണ്. ഇനി ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ചിട്ടാണ്, തുടച്ച തുണി കൂടി ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ഈ സമയം കൊണ്ട് എൻ്റെ അമ്മ ഇവിടെ പൊതിച്ചോറൊക്കെ റെഡിയാക്കി വെച്ച് ഒക്കെ പാക്ക് ചെയ്തു. എനിക്കിത് കെട്ടാൻ വലിയ പിടുത്തല്ലേ, അതുകൊണ്ട് അമ്മയാണ് കേട്ടോ അതൊക്കെ പാക്ക് ചെയ്ത്. ഇനി ഞാൻ മക്കളുടെ യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇതിനിടയിൽ അവർ കുളിക്കുകയും പല്ലേക്കും കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ കാലത്തെ കുറച്ച് സമയത്തുള്ള കാര്യങ്ങളാണ് കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.